ഹലോ അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. എപ്പോഴും വരുന്ന പോലെ ഭയങ്കര വെറൈറ്റി ഒന്നുമല്ല, ഒരുപാട് ഇൻട്രോ കൊടുത്ത് ചെയ്യേണ്ട ഒരു റെസിപ്പിയല്ല. ഒരു ഗോതമ്പ് ദോശയാണ്. പക്ഷെ നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന ഗോതമ്പ് ദോശ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ദോശയല്ല, നല്ല മൊരിഞ്ഞിരിക്കണ ഗോതമ്പ് ദോശയാണ്. ഗോതമ്പ് ദോശ കഴിക്കാൻ ഇഷ്ടമല്ലാത്തവർക്ക് പോലും ഒന്ന് ട്രൈ ചെയ്യാവുന്ന ഒരു റെസിപ്പിയാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ ഇതിന് വേണ്ടി ഞാനിവിടെ ഒരു ബൗളിനകത്തോട്ട് 1 കപ്പ് ഗോതമ്പ് എടുത്തിട്ടുണ്ട്. നമ്മൾ സാധാരണ ദോശ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് എല്ലാം ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തോട്ട് നമുക്ക് കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് വേണം ഒന്ന് മിക്സ് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമ്മളിത് മിക്സ് ചെയ്യുന്ന സമയത്ത് വിസ്കോ എന്തെങ്കിലും ഫോർക്കോ അങ്ങനെ എന്തെങ്കിലും വെച്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ കുറച്ചായിട്ട് വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ശരിക്കും ഈ ഗോതമ്പ് ദോശ എന്ന് പറയുന്നത് അങ്ങനെ ഒരുവിധം എല്ലാവർക്കും ഒന്നും ഇഷ്ടമല്ലാത്ത റെസിപ്പിയാണ്. കാരണം അതിൻ്റെ മെയിനായിട്ട് ആ സോഫ്റ്റായിട്ട് ഇരിക്കണോണ്ട് തന്നെയാണ്. പക്ഷെ നല്ല മൊരിഞ്ഞ ദോശ ഉണ്ടെങ്കിൽ നല്ല ചമ്മന്തിയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ്. അപ്പോൾ ഇതുപോലെ ഒരു തവണ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നല്ല പോലെ ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ സാധാരണ പോലെ നല്ല കട്ടിയുള്ള മാവായിരിക്കരുത്, കുറച്ച് ലൂസായിട്ട് വേണം ഇരിക്കാൻ. ഇതുപോലെ ഇരിക്കണം. കാരണം മാവ് കട്ടിയുണ്ടെങ്കിൽ നമ്മൾ ഉണ്ടാക്കുന്ന ദോശ തടിയായിപ്പോവും, കട്ടിയായിപ്പോവും. അപ്പം അങ്ങനെ പറ്റരുത്. അപ്പോൾ ഇനി നമുക്ക് ഇതിനകത്തോട്ട് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇനിയാണ് നമ്മളിത് മൊരിഞ്ഞ് കിട്ടാനായിട്ട് ഇതിനകത്ത് ബേക്കിംഗ് സോഡ ചേർക്കുന്നത്, അപ്പക്കാരം ചേർക്കുന്നത്, ഒരു 2 നുള്ളി ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. നമുക്ക് ഈ അപ്പക്കാരം ചേർത്തിട്ട് എപ്പോഴൊന്നും കഴിക്കുന്ന അത്ര നല്ലതല്ല. അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ മൊരിഞ്ഞ് ദോശ കഴിക്കണമെന്നുണ്ടെങ്കിൽ ഇടയ്ക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് നമുക്കിതൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇത് ചേർക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നല്ല മൊരിഞ്ഞിട്ടാണ് ദോശ കിട്ടുക. അതേപോലെ തന്നെ നമ്മൾ ഉണ്ടാക്കുന്നതിൻ്റെ തൊട്ട് മുമ്പുമാണ് നമ്മളിത് ചേർക്കാനായിട്ട്. അപ്പോൾ ഇനി നമുക്ക് സാധാരണ പോലെ തന്നെ ദോശ ഉണ്ടാക്കിയെടുക്കാം. അപ്പം ഞാനിവിടെ ദോശക്കല്ലൊന്ന് ചെറുതായിട്ടൊന്ന് എണ്ണ തേച്ചിട്ടുണ്ട്. ഒരുപാട് തേച്ച് കഴിഞ്ഞാൽ നമ്മൾ ദോശമാവ് ഒഴിക്കുമ്പോൾ ഉരുണ്ട് പോവും. അപ്പോൾ അത് ശ്രദ്ധിക്കണം. എന്നിട്ട് നമുക്ക് ഒരു ചെറിയ തവി മാവ് ഒഴിച്ചിട്ട് നല്ല പോലെ ഒന്ന് പരത്തിയെടുക്കണം. നമ്മൾ സാധാ ഗോതമ്പ് ദോശ ചുടുന്ന സമയത്ത് ഇതുപോലെ ഹോൾസ് ഒന്നും വരില്ല. പക്ഷെ നമ്മൾ ഈ ബേക്കിംഗ് സോഡ ചേർത്തുകൊണ്ട് തന്നെ നിറയെ ഹോൾസ് വരും. ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. എന്നിട്ട് അത് ചെറുതായിട്ടൊന്ന് ഉണങ്ങുന്ന സമയത്ത് നമുക്ക് അതിൻ്റെ മുകളിലായിട്ട് ഒന്ന് എണ്ണ തടവി കൊടുക്കുക. അപ്പോൾ പെട്ടെന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടും. സാധാ ഗോതമ്പ് ദോശ നമ്മൾ കുറേ നേരം വെക്കണമെന്ന് ചെറുതായിട്ട് മൊരിയാനായിട്ട്. പക്ഷേ ഇത് അങ്ങനെ ഒത്തിരി നേരം ഒന്നും വെക്കേണ്ട ആവശ്യമില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് മൊരിഞ്ഞ് കിട്ടും. അപ്പോൾ ഇത് ഏകദേശം റെഡി ആയിട്ടുണ്ട്. അപ്പം ഞാൻ ഇതിൻ്റെ അടിവശം കാണിച്ചു തരാം. നല്ല മൊരിഞ്ഞിട്ടാണ് ഇരിക്കണത്. കണ്ടില്ലേ, ഈ ഒരു പരുവത്തിലാണ് ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ നമുക്ക് ചമ്മന്തിയുടെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. പക്ഷേ ഇത് നമ്മൾ സാധാ ദോശ പോലെയല്ല, നമ്മൾ കുറച്ച് ചൂടോടെ തന്നെ കഴിക്കുമ്പോഴേ നമുക്ക് ആ മൊരിഞ്ഞ ആ ഒരു എഫക്റ്റ് കിട്ടുള്ളൂ. ചൂടാറുമ്പോൾ നമ്മുടെ സാധാ ദോശ പോലെ തന്നെ ആയിപ്പോവും. അപ്പോൾ ചൂടോടെ നമ്മൾ സാധാരണ ദോശ നെയ്റോസ്റ്റൊക്കെ ചുടുന്ന പോലെ ചൂടോടെ തന്നെ ചുട്ടിട്ട് സെർവ് ചെയ്യാൻ നോക്കുക. അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും ചുട്ടെടുക്കാം. നമ്മൾ ദോശ ഒഴിക്കുന്ന സമയത്ത് ഒരു മീഡിയം ചൂടിൽ വേണം നമ്മൾ ഒഴിക്കാനായിട്ട്. ഒട്ടും ചൂടില്ലാതെ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ദോശ മുരിഞ്ഞ് കിട്ടാൻ കുറേ നേരം എടുക്കും. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മുടെ അടുത്ത ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത്രയേ ഉള്ളൂ കേട്ടോ. സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ്. ഭയങ്കര വെറൈറ്റി റെസിപ്പിയൊന്നുമല്ല എപ്പോഴും കൊണ്ടുവരുന്ന പോലെ. അപ്പോൾ എനിക്ക് ഗോതമ്പ് ദോശ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇതെന്തായാലും ഇഷ്ടമാവും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതേ ഇതിൻ്റെ അടിവശവും നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവും, നല്ല മൊരിഞ്ഞിട്ടാണ് ഉള്ളത്. അപ്പോൾ നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണേ. എന്നിട്ട് ഫീഡ്ബാക്ക് പറയുക. അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ല് ക്ലിക്ക് ചെയ്തിട്ട് ഓളും കൂടെ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുന്ന സമയത്ത് നോട്ടിഫിക്കേഷൻ വരുള്ളൂ. അപ്പം മറ്റൊരു നല്ല അടിപൊളി റെസിപ്പി ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.